തിരുവനന്തപുരം സ്വദേശിയാണ് സുവിശേഷ പ്രവർത്തകനായ ഫ്രാൻസിസ്. 18-ാമത്തെ വയസ്സിൽ മാരക രോഗത്തിനടിമയായി. ഒന്നിനു പുറകെ ഒന്നായി മരണം പിന്തുടർന്ന കാലങ്ങളിൽ നിന്ന് ദൈവകൃപയാൽ അതിജീവിച്ച വ്യക്തി. മരണം വിധിയെഴുതിയ ഡോക്ടർമാരുടെ നിഗമനങ്ങളെ തിരുത്തി എഴുതിയ ദൈവപ്രവൃത്തിയെക്കുറിച്ച് ഈ മിഷണറി നമ്മോട് സംസാരിക്കുകയാണ്. 35 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, യേശുവിനെ കണ്ടറിയുവാൻ ദൈവം അവസരമൊരുക്കി. ഈ ലോകത്തിൽ മ്ലേച്ഛമായ വഴികളിലൂടെ നടന്ന എന്നെ 18-ാമത്തെ വയസ്സിൽ ദൈവം തൊടുവാനിടയായി തീർന്നു. മാരകമായ ഒരു രോഗത്തിനടിമയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 4.5 വർഷം ചികിത്സിച്ചിട്ടും ഭേദം വരാതെ ഡോക്ടർമാർ മരണം വിധിയെഴുതി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. മരണം കാത്തു കിടക്കുമ്പോൾ മണക്കാല തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ 2 യുവാക്കൾ ഞങ്ങളുടെ ദേശത്ത് സുവിശേഷ പ്രവർത്തനവുമായി വരുവാനിടയായി തീർന്നു. അവരെന്നോട് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ യേശുവിനെക്കുറിച്ച് എനിക്ക് യാതൊരു അറിവുമില്ലായിരുന്ന ആ കാലഘട്ടത്തിൽ ദൈവം രക്ഷിക്കുന്നവനാണ്, വിടുവിക്കുന്നവനാണ്, നടത്തുന്നവനാണെന്നൊക്കെ അവരുടെ വാക്കുകൾ എന്നെ ധൈര്യപ്പെടുത്തി. എന്നാൽ മുങ്ങിത്താഴുന്ന വെള്ളത്തിൽ ഒരു വൈക്കോൽ തുരുമ്പെന്ന പോലെ ഞാൻ അവരുടെ വാക്കുകളിൽ കയറി പിടിക്കുവാനിടയായി തീർന്നു. മരണം എത്രയും പെട്ടെന്ന് സംഭവിക്കുന്നതിനിടയിൽ ജീവിക്കാനുള്ള അതിമോഹം കൊണ്ട് അവരുടെ വാക്കുകളിൽ ഞാൻ വിശ്വസിച്ചു. പറയട്ടെ, അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവിനെ എനിക്ക് പരിചയപ്പെടുത്തി. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെൻ്റെ വീട് വിട്ടു പോകുവാനിടയായി തീർന്നു. ദീർഘമായ 9 ദിവസങ്ങൾ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ രോഗത്തിനടിമയായി ഒന്ന് അന്തിമയങ്ങാനല്ലെങ്കിൽ ഒന്ന് വിശ്രമിക്കാൻ, ഒന്ന് ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ അതൊന്നും കഴിയാതെ അതിനപ്പുറത്ത് മരണം എൻ്റെ ജീവിതത്തെ വല്ലാതെ വലച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ വേഗത്തിൽ അവരുടെ വാക്കുകൾ, അവരുടെ പ്രാർത്ഥന, അവരുടെ കൈവയ്പ് എൻ്റെ ജീവിതത്തിലൊരു മാറ്റം തന്നെ സംഭവിക്കുവാനിടയായി തീർന്നു. അവരിറങ്ങിപ്പോയി ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വേഗത്തിൽ ഞാൻ മയങ്ങി. എപ്പോഴും ഞാൻ ഉണരുമ്പോൾ ഞാൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം വിയർപ്പിൽ കുളിച്ച് ഞാൻ ഉണർന്നു വന്നു. പക്ഷേ എനിക്ക് ഒന്ന് മനസ്സിലായി, എൻ്റെ അകത്തെ അവയവങ്ങളെല്ലാം മരണത്തിന് തുല്യമായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന വേളയിൽ ആ അവയവങ്ങളെല്ലാം ജീവനിലേക്ക് മടങ്ങി വരുന്ന വ്യക്തമായ ഒരനുഭവത്തോടു കൂടിയാണ് ഞാൻ മയക്കത്തിൽ നിന്ന് ഉണർന്നു വന്നത്. പറയട്ടെ, 26 ദിവസങ്ങൾ എനിക്ക് വിധിയെഴുതിയ വൈദ്യശാസ്ത്രത്തിന് മുമ്പിൽ ദൈവശാസ്ത്രം എന്നെ ജീവനിലേക്ക് നടത്തുന്ന ദിവസമായിരുന്നു. പറയാം, ചില ദിവസങ്ങൾ അല്പമല്പമായി ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് ഞാൻ ആ ജീവിതത്തിൽ, ആ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചു. അത് കഴിഞ്ഞ് ചില ദിവസങ്ങൾ കഴിഞ്ഞു ഞാൻ എഴുന്നേറ്റ് വന്നു. മരണം തീരെഴുതിയ 26 ദിവസങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഞാൻ ആരോഗ്യമുള്ളൊരു വ്യക്തിയായി ദൈവസന്നിധിയിൽ യേശുവിന് വേണ്ടി എഴുന്നേൽക്കുവാനിടയായി തീർന്നു. അന്ന് ഞാനൊരു കാര്യം ദൈവസന്നിധിയിൽ തീരുമാനിച്ചു. വൈദ്യശാസ്ത്രത്തിന്, മരുന്നിന്, സാമ്പത്തികത്തിന്, സമയത്തിന് ഒന്നും എന്നെ രക്ഷിക്കാൻ കഴിയാതിരുന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്നെ ജീവനിലേക്ക് കൊണ്ടുവന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ദൈവസന്നിധിയിൽ ഞാൻ തീരുമാനമെടുത്തു, മേലാൽ ഞാൻ എൻ്റെ ശരീരത്തിൽ മരുന്ന് ഉപയോഗിക്കാതെ കർത്താവ് തരുന്ന ആ നൽകുഴമ്പ് കൊണ്ട് ജീവിക്കുവാൻ കർത്താവിൽ തീരുമാനമെടുത്തു. പറയട്ടെ, അന്നു മുതൽ ആരോഗ്യമുള്ളവനായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഞാൻ സൺഡേ സ്കൂൾ പഠിക്കുവാൻ ദൈവം എനിക്ക് 21-ാമത്തെ വയസ്സിൽ അവസരമൊരുക്കി. പറയാം, എൻ്റെ ഭാര്യയും എൻ്റെ മോനും ഉൾപ്പെടെ 21-ാമത്തെ വയസ്സിൽ ഞങ്ങൾ 3 പേർ ഒന്നിച്ച് സൺഡേ സ്കൂൾ പഠിക്കുവാൻ കർത്താവ് അവസരമൊരുക്കി. അന്നു മുതൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിക്കുക മാത്രമല്ല, കർത്താവ് തന്ന കൽപ്പനകൾ അനുസരിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ദൈവം അവസരമൊരുക്കി. മരണം ഒന്നിനു പുറകെ ഒന്നായി എന്നെ പിന്തുടരുവാനിടയായി തീർന്നു. ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനത്തെ ലംഘിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് മാറ്റുന്ന രീതിയിൽ അടുത്ത വർഷം എനിക്ക് പെട്ടെന്ന് വിഷസർപ്പമേൽക്കുവാനിടയായി തീർന്നു. പറയട്ടെ, പാമ്പ് കടിയേറ്റ് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ തീരുമാനമെടുത്തു എൻ്റെ ശരീരത്തിൽ മരുന്ന് ഉപയോഗിക്കില്ലെന്ന്. പക്ഷേ ആ തീരുമാനം എങ്ങനെ നിലനിർത്തും എന്ന് കർത്താവ് പരീക്ഷിക്കുകയായിരുന്നു എന്ന് എനിക്കറിയില്ല. വേഗത്തിൽ എൻ്റെ ശരീരമെല്ലാം നീര് വന്നു. നിഖമെല്ലാം നിറം മാറി. വിഷവൈദ്യൻ്റെ അടുക്കൽ കൊണ്ടുചെന്നപ്പോൾ വിഷവൈദ്യൻ തന്ന മരുന്നുകൾ
അവിടെ വെച്ച് ഉപയോഗിക്കാതെ വീട്ടിൽ ചെന്ന് ഉപയോഗിച്ചോളാം എന്ന് തീരുമാനമെടുത്ത് ആ വീട്ടിലേക്ക് വന്നു. പക്ഷേ മരുന്ന് മാറ്റിവെച്ച് ചില ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അത് വേർതിരിച്ചു. പ്രാർത്ഥിക്കുകയും വായിക്കുകയും ചെയ്ത് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ദൈവത്തോട് പറഞ്ഞ ഉടമ്പടിക്ക് അനുസരിച്ച് ദൈവസന്നിധി നിൽക്കുവാനിടയായി തീർന്നു. 17 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ക്ഷീണങ്ങൾ മാറി വേഗത്തിൽ എനിക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യത്തിലേക്ക് പ്രവേശിക്കുവാനിടയായി തീർന്നു. പറയാം, അതിന് പിന്നിലും ഒരുപാട് അതേ അവസരങ്ങൾ മരണവുമായിട്ട് മല്ലടിക്കുന്ന രീതിയിൽ, എൻ്റെ തീരുമാനങ്ങൾക്ക് വ്യത്യാസം വരുന്ന രീതിയിൽ ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിൽ വന്നിട്ടും പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുവാൻ ദൈവം അവസരമൊരുക്കി. വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് കർത്താവിൻ്റെ വേലയിൽ നിലനിൽക്കുവാൻ ദൈവം അവസരമൊരുക്കി. പറയാം, ഷാരോണിലും പിന്നെ IPCയിലുമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം അവസരമൊരുക്കി. ദൈവം അതേ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് ഒരുപാട് അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ തെളിയിക്കുവാനിടയായി തീർന്നു. ഞാൻ ഒരു പ്രവർത്തനം തുടങ്ങുവാൻ ആഗ്രഹിച്ചിട്ട് സൺഡേ സ്കൂളുകൾ പല ഇടങ്ങളിൽ ചെയ്തു തുടങ്ങി. അത് മാൻചുവട്ടിൽ വീടുകളുടെ വരാന്തയിൽ സൺഡേ സ്കൂളുകൾ ആരംഭിക്കുവാനിടയായി തീർന്നു. ഞാൻ പറയാം, തിരുവചനം പഠിച്ചു ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായത് സകല മുഴങ്കാലും ദൈവസന്നിധിയിൽ മടങ്ങുന്നൊരു ദിവസമുണ്ടെന്ന് വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാനിടയായി തീർന്നു. ക്രൈസ്തവ മണ്ഡലത്തിൽ മാത്രമല്ല, ഈ ലോകത്തിൽ ജനിച്ച സകല മനുഷ്യരും സകല മുഴങ്കാലുകളും ദൈവസന്നിധിയിൽ മടങ്ങുമെന്ന് അദ്ദേഹം വചനത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ചിന്തകൾ ഹല്ലേലൂയ ദൂരവേ സഞ്ചരിക്കുവാനിടയായി തീർന്നു. ലോകത്തിൽ ഇറങ്ങി ഞാൻ ലോകമോഹങ്ങളിലൂടെ സഞ്ചരിച്ചതുപോലെ ക്രിസ്തുവിൽ എൻ്റെ ചിന്തകൾ ലോകത്തിലേക്ക് സഞ്ചരിച്ചു. അനേകം കുട്ടികളെ പഠിപ്പിക്കണമെന്നുള്ള ചിന്ത എൻ്റെ ജീവിതത്തിൽ വന്നു. 7 സൺഡേ സ്കൂളുകളിൽ 122 കുഞ്ഞുങ്ങളെ തിരുവചനം പഠിപ്പിക്കുവാൻ കർത്താവ് അവസരമൊരുക്കി. ഞാൻ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ജോലിയിലിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ശബ്ദമുണ്ടായി. വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്യണമെന്ന് 92, 93, 94 കാലഘട്ടങ്ങളിൽ 3 വർഷം നിരന്തരമായിട്ട് ഞാൻ കേട്ടു. പക്ഷേ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ച് ഞാൻ എൻ്റെ ജോലിയിൽ തുടർന്നു. പക്ഷേ അന്ന് വലിയ ആളുകളുമായിട്ടുള്ള ബന്ധവും ഉയർന്ന ജീവിത നിലവാരവും ഒക്കെ കൈവിട്ട് ഈ തിക്താനുഭവത്തിലേക്ക് പോകാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. പക്ഷേ 94 എനിക്കുള്ള വീടും സ്ഥലവും ജോലിയും ഒരുപോലെ നഷ്ടപ്പെടുവാനിടയായി തീർന്നു. പറയട്ടെ, ശമ്പളത്തേക്കാൾ കിമ്പളം വാങ്ങുന്ന ഒരു ജോലിയായിരുന്നു എൻ്റേത്. പക്ഷേ ശമ്പളത്തിൻ്റെ 4 ഇരട്ടി അതേ പുറത്തുനിന്ന് കിട്ടുന്ന വലിയ സാമ്പത്തികമായ ഭദ്രത നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഒരു കൂലിപ്പണിക്ക് പോലും പോകാൻ കഴിയാതെ വന്നു കഴിഞ്ഞപ്പോൾ, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം തിരുവചനം പഠിക്കാൻ പോകാൻ ദൈവം അവസരമൊരുക്കി. ദർശനത്തിന് അനുസരണമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുവാൻ തീരുമാനിച്ചു. പറയാം, കുട്ടികളുടെ വിദ്യാഭ്യാസം അവസാനിച്ചു. ഒടുവിൽ മോളുടെ വിവാഹം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുവാനിടയായി തീർന്നു. മോളെ വിവാഹം കഴിച്ചയക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ സാമ്പത്തികമില്ലാതെ ഞാൻ വളരെ വിഷമിച്ചു. പലരുടെ മുമ്പിലും കൈനീട്ടി. അവസാനം 1 രൂപ പോലും ആരും തരാതെ ഞാനും എൻ്റെ ഭാര്യയും പായ് വിരിച്ച് നിലത്തിരുന്ന് ദിവസങ്ങളോളം ദൈവസന്നിധിയിൽ കരയുവാനിടയായി തീർന്നു. പറയട്ടെ, വിവാഹത്തിന് 7 ദിവസങ്ങൾ മാത്രം മുന്നിൽ നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരങ്ങൾ ഒരുക്കി. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഒരുപാട് ആളുകളോട് ഞാൻ കൈനീട്ടി. എല്ലാവരും കൈമലർത്തുവാനിടയായി തീർന്നു. പെട്ടെന്നൊരു ദിവസം കർത്താവ് ഒരു ദൂതനെ അയച്ചതുപോലെ ഒരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. കാര്യങ്ങളെല്ലാം നന്നായി ചെയ്യുവാൻ ദൈവം അവസരമൊരുക്കി. 65-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളോവേ സകല ജഡവും എൻ്റെ അടുക്കലേക്ക് വരുന്നു. പ്രാർത്ഥിക്കല്ലാതെ ഒരു മാർഗവുമില്ലായിരുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ആ കാര്യങ്ങളെല്ലാം നന്നായി നടക്കുവാൻ കർത്താവ് അവസരമൊരുക്കി. അവളിന്ന് കുടുംബമായിട്ട് സന്തോഷത്തോടെ ദൈവത്തിൻ്റെ ഭാഗികമായ വേല ചെയ്തും ജോലി ചെയ്തും മുൻപോട്ട് പോകുന്നു. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങളിൽ
കൈവിടാത്തൊരു ദൈവം നമുക്കുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന ദൈവവചനം ഇദ്ദേഹത്തെ ബലപ്പെടുത്തിയപ്പോൾ തകർന്നു പോയേക്കാവുന്ന ജീവിത സാഹചര്യത്തിൽ നിന്ന് ദൈവം വിടുവിക്കുകയായിരുന്നു. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഞാനും എൻ്റെ കുടുംബവും രക്ഷിക്കപ്പെടുമെന്ന് അത് ദൈവത്തിൻ്റെ വചനമാണ്. യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അല്ലെങ്കിൽ രക്ഷാനിർണയം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിലെ കുടുംബമായി തന്നെ നിലനിൽക്കുവാൻ ആവശ്യമായ ദൈവിക വചനങ്ങളും ദൈവിക സ്വാസ്യങ്ങളും ദൈവിക വാഗ്ദത്തങ്ങളും വേദപുസ്തകത്തിൽ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒന്ന് പറയാം, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് അവസ്ഥകൾ, ഒരുപാട് സാഹചര്യങ്ങൾ, തളർന്നു പോകുന്ന, വീണു പോകുന്ന, തകർന്നു പോകുന്ന ഒരുപാട് അവസരങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വരാം. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ വചനം നമ്മെ ബലപ്പെടുന്നത് ഇങ്ങനെയാണ്: മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ സകല കാര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ചു. പറയട്ടെ, ഒരിക്കൽ എനിക്ക് സ്വന്തമായിട്ടൊരു പ്രവർത്തനം ആരംഭിക്കണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ കയ്യിൽ അദ്ദേഹത്തിലെ സാമ്പത്തികമായ ഒരു കാര്യങ്ങളുമില്ലായിരുന്നു. ദൈവസന്നിധിയിൽ മുഴങ്കാലുകൾ മടക്കി പ്രാർത്ഥിച്ചു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഭൂമി വാങ്ങുവാൻ ദൈവം അവസരമൊരുക്കി. മറ്റൊരവസരത്തിൽ അദ്ദേഹത്തിൽ ഒരു ആലയം പണിയുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ചില നന്മകൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ആലയം പണിയുവാനിടയായി തീർന്നു. ഞാനൊന്ന് പറയാം, ദൈവസന്നിധിയിൽ നാം മുഴങ്കാലുകളെ മടക്കിയാൽ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ, വേദപുസ്തകം പറയുന്നു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല. നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ, രക്ഷാനിർണയം പ്രാപിക്കുന്നവരുടെ മുമ്പിൽ ഒരുപാട് ജാതീയമായ ഒരുപാട് തടസ്സങ്ങൾ വന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്, വരും നിശ്ചയം. ആ തടസ്സങ്ങളെ മാറ്റണമെങ്കിൽ ഒന്നേ നമുക്ക് ചെയ്യാൻ കഴിയൂ: ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. യോശുവയുടെ പുസ്തകത്തിൽ പറയുന്നു, ഹല്ലേലൂയ, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ധൈര്യമുള്ളവനായിരിക്കുക, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവം ആ കേൾക്കുന്ന വ്യക്തിയോട്, അല്ലെങ്കിൽ ആലോചന ഏറ്റെടുക്കുന്ന വ്യക്തിയോടുകൂടെ നിൽക്കുന്നത് കൊണ്ട് പ്രകാശങ്ങളുടെ വലയത്തിൽ ജീവിക്കുന്ന യഹോവയായ ദൈവം കൂടെ ഉള്ളത് കൊണ്ട് ഓരോ മനുഷ്യനും നമ്മുടെ മുമ്പിൽ വരാൻ പറ്റത്തില്ല. കാരണം ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവം കൂടെയുള്ളത് കൊണ്ട് മുൻപിൽ വരുന്ന സകലതും ദഹിച്ചു പോകും, ഭസ്മീകരിക്കപ്പെടുവാനിടയായി തീരും. അതുകൊണ്ടൊന്ന് ഉറപ്പ് പറയുന്നു, ധൈര്യത്തോടെ പറയുന്നു, എന്നെ നടത്തിയ ദൈവം, എന്നെ ഇതുവരെ കൊണ്ടുവന്ന ദൈവം, ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ പർവ്വത സമാനമായിരിക്കുന്ന ഒരുപാട് തിക്താനുഭവങ്ങൾ വന്നു എന്നിരിക്കാം. പക്ഷെ അതുകൊണ്ട് പുറകോട്ട് പോകുവാനല്ല. 12 പേരെ ഹല്ലേലൂയ ഒറ്റുകാരായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു അവർ ചെന്നു. അവർ ചെന്ന ദേശം അനാഖ്യ മല്ലന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് 10 പേർ പറയുമ്പോഴും 2 പേർ മാത്രം ദൈവത്തിൻ്റെ നാമത്തിൽ ധൈര്യത്തോടുകൂടെ നിന്നു. അവിടെ അനാഖ്യ മല്ലന്മാരുണ്ട്, ശരിയാണ്. എങ്കിലും അവരെ തകർക്കുവാൻ, അവരെ അതിജീവിക്കുവാനുള്ള ദൈവകൃപ നമ്മുടെ മേലുണ്ട് എന്ന് യോശുവയും കാലേബും ഒരുപോലെ പറഞ്ഞതുകൊണ്ട് ആ ദേശത്തെ പിടിച്ചടക്കുവാൻ, ആ ദേശത്തെ അവകാശമാക്കുവാൻ ദൈവഭൃത്യന്മാർക്ക് ദൈവം അവസരമൊരുക്കി. ആളുകളുടെ പെരുപ്പത്തിലല്ല, സംഖ്യകളുടെ വലിപ്പത്തിലുമല്ല, പിന്നെയോ ദൈവം തരുന്ന ആ ധൈര്യത്തിലാണ് ദൈവം ഇറങ്ങി വരുന്നത്. എബ്രായ ബാലന്മാർ നെബൂഖദ്നേസറിന്റെ കണ്ണിൽ നോക്കി ജാതീയ രാജാവിനോട് വിളിച്ചു പറഞ്ഞു, രാജാവേ, അല്ലെങ്കിൽ നെബൂഖദ്നേസറേ, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും നിന്റെ ബിംബത്തെ നമസ്കരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് എബ്രായ ബാലന്മാർ, യാതൊരു ബന്ധമോ സ്വന്തമോ ഇല്ലാത്ത അന്യദേശത്ത് അടിമകളായി പിടിക്കപ്പെട്ട ആ ദേശത്ത് ആ അധികാരികളുടെ മുമ്പിൽ ആ ശബ്ദം പുറപ്പെടുവിക്കുവാൻ എബ്രായ ബാലന്മാർക്ക് കഴിഞ്ഞപ്പോൾ സ്വർഗം തുറന്നു. ദൈവം തൻ്റെ ദൂതനെയല്ല,
യേശുവിനെ തന്നെ തീയുടെ നടുവിലേക്ക് അയച്ച് ആ തീയുടെ നടുവിൽ വെന്തുപോകാതെ കരിഞ്ഞു പോകാതെ എബ്രായ ബാലന്മാരെ സൂക്ഷിപ്പാനിടയായി തീർന്നു. മാത്രവുമല്ല, ജാതീയ രാജാവായ നെബൂഖദ്നേസർ കണ്ണു തിരുമി തീയിലേക്ക് നോക്കുമ്പോൾ ആ രാജാവ് കണ്ട കാഴ്ച ഇതായിരുന്നു. 3 പേരെ കെട്ടി തീയിലേക്ക് വലിച്ചെറിയുമ്പോൾ അവരോടൊപ്പം നടക്കുവാൻ 4മതൊരുവൻ ദൈവരൂപമുള്ളവനായി നടക്കുന്നുവെന്നുള്ള ദർശനം ജാതീയമായ മണ്ഡലത്തിൽ കൊടുക്കുവാനും സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ ധൈര്യമായിട്ട് നിന്നാൽ, ഉറപ്പായി നിന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മോടുകൂടെ നിൽക്കുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. മുടി കരിയുന്ന ഹല്ലേലൂയ, ആ മണം കേൾക്കുവാൻ, ആ അസ്ഥികൾ പൊട്ടുന്ന ശബ്ദം കേൾക്കുവാൻ പുറത്ത് കാത്തിരുന്നവരുടെ മുമ്പിൽ ഇതാ തീയുടെ നടുവിൽ യാതൊരു കേടുപാടുകളും കൂടാതെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന എബ്രായ ബാലന്മാരെ കണ്ട് സന്തോഷിക്കുവാൻ ഹല്ലേലൂയ, അന്യരാജ്യത്ത് അന്യ അധികാരത്തിൽ ദൈവം ഇബ്രായ ബാലന്മാർക്ക് അധികാരം കൊടുത്തുവെങ്കിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഒന്ന് പറയാം. ഹല്ലേലൂയ, ആരുമില്ലാതെ ഏകനായി വരുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ഹല്ലേലൂയ, വേദപുസ്തകം പറയുന്നു, ഹല്ലേലൂയ, അറയിൽ കടന്ന് വാതിലടച്ച് സ്വർഗത്തിലെ ദൈവത്തോട്, ആ രഹസ്യത്തിലെ ദൈവത്തോട് തൻ്റെ വിഷയങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം സ്വർഗം തുറക്കും, താഴ്ഭൂമിയിലേക്ക് വരും. എവിടെയാണോ പ്രാർത്ഥിക്കുന്നത് അവരുടെ അടുക്കലേക്ക് വന്ന് അവരുടെ വിഷയത്തിന് മറുപടി തരുമെന്ന് യാക്കോബ് എബേക്ക് കടൽ തീരത്ത് തൻ്റെ ജീവിതാനുഭവം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. ഇന്ന് പകലിൽ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ഒരുപാട് തിക്താനുഭവങ്ങളിലൂടെ ഞാൻ നടന്നു വന്നു. സകലരും കൈവിട്ടു, സകലരും മാറിപ്പോയി. എന്നാൽ എൻ്റെ മുമ്പിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം രക്ഷിച്ചാലും ഇല്ലെങ്കിലും, ദൈവം നടത്തിയാലും ഇല്ലെങ്കിലും, ലോകത്തിൽ നിന്ന് വേർപെട്ട് കർത്താവിങ്കലേക്ക്, യേശുവിങ്കലേക്ക് വന്നത് ഒരിക്കലും പിന്തിരിഞ്ഞു പോകാനല്ല. മരണകരമായിരിക്കുന്ന ഏതനുഭവങ്ങൾ വന്നാലും അതിനെ അതിജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ എൻ്റെ മേൽ ദൈവം പകർന്നിട്ടുണ്ട് എന്നെനിക്കുറപ്പ് ഉണ്ടായിരുന്നു. വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവിൻ. ദൈവം നമ്മെ എന്തിനു വേണ്ടിയിട്ട് വിളിച്ചു? ദൈവം നമ്മെ വിളിച്ചത് എന്തിന്? നമ്മെ എവിടെ നിന്ന് വിളിച്ചു, എവിടേക്ക് നടത്തുന്നു, എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ള ഈ 3 കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ ജീവിതത്തിൽ തളർന്നു പോകത്തില്ല, ജീവിതത്തിൽ തകർന്നു പോകത്തില്ല, ജീവിതത്തിൽ വാടിപ്പോകത്തില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും, വാട്ടം തട്ടാതെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ വെള്ളമാകുന്ന പരിശുദ്ധാത്മാവ് വേണ്ട സംരക്ഷണകൾ നൽകി അദ്ദേഹത്തിലെ ചൂടേറ്റ് പോകാതെ, തകർന്നു പോകാതെ, വാടിപ്പോകാതെ, കരിഞ്ഞു പോകാതെ, ഉണങ്ങിപ്പോകാതെ സൂക്ഷിപ്പാൻ സർവശക്തനായ ദൈവം ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും. എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രായത്തിനിടയിൽ ഹല്ലേലൂയ തക്ക സമയങ്ങളിൽ ദൈവം അതേ ആലയം പണിയുവാൻ അതേ സ്ഥലം തന്നു, ആലയം പണിതു, ആത്മാക്കളെ തന്നു, പ്രവർത്തനങ്ങൾ സജ്ജമായി മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവം കൃപ നൽകിയത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു സാക്ഷ്യമാണ്. ഈ ലോകത്തിൽ അതേ ഹല്ലേലൂയ ഔദ്യോഗിക മണ്ഡലങ്ങളെ ഉപേക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് വന്നത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രത്യാശയ്ക്ക്, വലിയൊരു വിശ്വാസത്തിന്, വലിയൊരു ആത്മീയ ധൈര്യത്തിന് ദൈവം കാരണമാക്കുവാനിടയായി തീർന്നു. ഈ പകലിൽ എനിക്ക് ഒന്നുകൂടെ പറയുവാനുണ്ട്. ഹല്ലേലൂയ, ഈ ലോകം അവസാനിക്കാൻ പോകുന്നു. ലൂക്കോസ് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആകാശത്തിലും ഭൂമിയിലും അതിൻ്റെ അടയാളങ്ങൾ അതെ കാണുവാനിടയായി തീരും. ആകാശത്തിൽ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനിടയായി തീർന്നു. കഴിഞ്ഞ ദിവസത്തിലും നെപ്റ്റ്യൂൺ എന്ന ആ ഗോളത്തെ വ്യക്തമായി കാണുവാൻ ആകാശത്തിൽ അദ്ദേഹത്തിൽ ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് അതേ നഗ്നനേത്രങ്ങൾ കൊണ്ട് മാത്രമല്ല ഉപകരണങ്ങൾ ഉപയോഗിച്ചും അനേകം പ്രിയപ്പെട്ടവർ ആ നെപ്റ്റ്യൂൺ എന്ന അതേ ഗ്രഹത്തെ കാണുവാനിടയായി തീർന്നു. ഈ ഭൂമിയിൽ ഒത്തിരി അപകടകരമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വയനാട്ടിൽ ഉരുൾപൊട്ടിയപ്പോഴും അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരമാണെന്ന് ആരും മറന്നു പോകരുത്. എവിടെ അതേ ഹല്ലേലൂയ ഏത് സംഭവങ്ങളുണ്ടായാലും മനുഷ്യനെയോ പ്രകൃതിയെയോ അതിനെ നിയന്ത്രിക്കുന്നവരെയോ ഒന്നിനെയും കുറ്റപ്പെടുത്താതെ സകലതും സൃഷ്ടിച്ച
ദൈവം ഈ പ്രകൃതിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുത്ത് അവിടെ ഒരുപക്ഷെ മനുഷ്യന് വേദനയുണ്ടാകാം, മനുഷ്യന് നഷ്ടമുണ്ടാകാം, മനുഷ്യന് ഭാരമുണ്ടാകാം. പക്ഷേ അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് ചിന്തിച്ച് അദ്ദേഹത്തിൽ യോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, അവൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഏതൊരു സാഹചര്യത്തിലും ഏതൊരു സാഹചര്യങ്ങളെയും അതിജീവിച്ച് കർത്താവിനെ അദ്ദേഹം മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഏത് സമയങ്ങളിലും കഴിയണം. അതാണ് രക്ഷാനിർണയം പ്രാപിച്ച, കർത്താവിനെ കണ്ടുമുട്ടിയ, ജീവരക്ഷയിൽ നിൽക്കുന്ന ഓരോ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രാഗൽഭ്യമെന്ന് പറയുന്നത്. കർത്താവ് നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, തുടക്കവും തുടക്കത്തേക്കാൾ ഒടുക്കം മനോഹരമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. ഇതാ സഹോദരന്മാരൊത്തൊരുമിച്ച് വാസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. ഒരു വലിയ ഒത്തൊരുമിക്കൽ അല്ലെങ്കിൽ ഒരു കൂടിവരവ് എവിടെ? ഇവിടെയല്ല, സ്വർഗത്തിൽ നമുക്കായിട്ട് ദൈവം കൈപ്പണിയില്ലാതെ ഒരുക്കുന്ന ഒരു വലിയ നിത്യ കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിലേക്കുള്ള യാത്ര വഴിയിൽ 2-ാം സങ്കീർത്തനക്കാരൻ ഒടുവിൽ പറയുന്നു, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ ചുംബിപ്പിൻ. ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും പുത്രനെ ചുംബിപ്പാൻ, യേശുവിനെ കൈവിടാതെ പിടിക്കുവാൻ, യേശുവിൻ്റെ പിന്നാലെ നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് അവസരം ഒരുക്കിയതുപോലെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ദൈവം അവസരങ്ങൾ ഒരുക്കി മാനിക്കട്ടെ എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.